ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇട്ട വീഡിയോ എല്ലാ കൂട്ടുകാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയാൽ ഇന്ന് കോവിലിലെ ഉത്സവമാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയതൊക്കെയാണ് വിശേഷം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് ചോറൊക്കെ കഴിച്ച് കുറേ സമയം കിടന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഈ യൂട്യൂബും പത്രമൊക്കെ എടുത്ത് കുറച്ച് സമയമൊക്കെ നോക്കി. അന്നേരമാണ് കാണുന്നത് ചില കാര്യങ്ങളൊക്കെ. നമ്മുടെ MG ശ്രീകുമാറിന് 25,000 രൂപ പിഴ അടച്ചെന്നൊക്കെ പറഞ്ഞ് കണ്ട്. മാങ്ങാണ്ടി അഷ്ടമുടിക്കായൽ എറിഞ്ഞ് അതുകൊണ്ട് പിഴ വന്നതാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഓരോ വ്യക്തികൾക്കും എല്ലാം ഇപ്പോൾ കഷ്ടകാലങ്ങളാണ്. ഒരു സിനിമ ഇറങ്ങിയതോടുകൂടി 2-3 പ്രിയങ്കരന്മാരായ ആളുകൾക്കെല്ലാം പണി കിട്ടിയെങ്കിലും അതെല്ലാം അവർക്ക് ഭാവിയിലുണ്ടാകുന്ന നേട്ടങ്ങളാണ്. ചില പേരുദോഷങ്ങളൊക്കെ കേട്ടാൽ ചില ഉയർച്ചയിലോട്ടൊക്കെ പോകത്തുള്ളൂ. അതിൻ്റെ മുന്നോടിയായിട്ട് കിട്ടുന്നതാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സിനിമയൊക്കെ നല്ല രീതിയിൽ ആളുകൾ കാണും. സിനിമ ഒരുപാട് ദിവസങ്ങൾ ഓടും. അവർക്ക് നല്ല കാശ് കൊയ്ത് വരാം. ഇതൊക്കെ ഓരോ ടെക്നിക്കുകളും ബിസിനസ് തന്ത്രങ്ങളുമൊക്കെയാണ്. എല്ലാവരും തന്ത്രശാലികളാണ്. തന്ത്രശാലികളായ ബിസിനസ്സുകാരാണ് എല്ലാവരും. അങ്ങനെയുള്ളവർക്കേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. കുറേ തന്ത്രങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കണം. എങ്കിൽ മാത്രമേ എല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ കൂട്ടുകാരെ. അങ്ങനെ പാവം നമ്മുടെ MG ശ്രീകുമാറിന് പണി കിട്ടി 25,000 പിഴയടച്ചെന്നൊക്കെ കിടക്കുന്നത് കണ്ട്. ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അഷ്ടമുടി കായൽ മാലിന്യങ്ങളുടെ കേന്ദ്രമാണ്. നമ്മൾ അതുവഴി നടന്ന് ആ കൊല്ലം തന്നെ ഓട്ടുചെട്ടിയുടെ അതുവഴി ഇങ്ങനെ നടന്നു വരുമ്പം എന്തോരം കൂമ്പാരമാണ്. ഈ മാലിന്യ കൂമ്പാരമാണ് കോരി കരയിലേക്ക് വയ്ക്കുന്നത്. എപ്പോഴും ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. എന്തോ ഒരു സ്മെല്ലുമാണ്. അഷ്ടമുടി കായൽ മുഴുവനും മാലിന്യ കൂമ്പാരങ്ങളാണ്. ഇതെല്ലാം ഇടയ്ക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ഇങ്ങനെ പുറത്ത് വരും. ആരെങ്കിലുമൊക്കെ കരിവാരി തേക്കാനായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളാണ്. എത്രയോ ആളുകൾ എന്തെല്ലാം മാലിന്യങ്ങൾ ഇടുന്നുണ്ടായിരിക്കും. എത്ര കുപ്പികളാണ് അവിടെ എല്ലാം കിടക്കുന്നത്. അതുവഴി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അതിൻ്റെ കരയിലെല്ലാം എന്തു വേണ്ടി വേസ്റ്റുകളാണ് കോരി വച്ചിരിക്കുന്നത്. ആരെല്ലാം കൊണ്ടുവന്നിടുന്നു. അപ്പോൾ ഓരോ വ്യക്തികളെയും കുഴപ്പത്തിലാക്കാനായിട്ട് കിട്ടുന്ന പണികളാണിതെല്ലാം എന്നേ നമുക്ക് വിചാരിക്കാൻ പറ്റൂ. പിന്നെ ഇതൊക്കെയാണ് വിശേഷം. അങ്ങനെ ഓരോ ഉത്സവ സീസണൊക്കെ ഏതാണ്ട് തീരാറായി. ഇനി അവസാനം കൊല്ലം പൂരം. നാളെ കൊല്ലം പൂരം അതിൻ്റെ ആദ്യത്തെ കൊടിയേറ്റ് നാളെ തുടങ്ങുകയാണ്. ഞാൻ ഈ പത്രമൊക്കെ വായിച്ചപ്പോഴാണ് അത് കണ്ടത്. ഇനി ഉത്സവങ്ങളുടെ ഒരു അടുത്ത പൂരം തുടങ്ങുകയാണ് നാളെ തൊട്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ അങ്ങനെ അങ്ങ് പോകും. ആശ്രാമം മൈതാനം എല്ലാം ഉത്സവ ലഹരിയിലാവാനുള്ള സമയമായി കഴിഞ്ഞു. വിഷുവൊക്കെ ഇനി എത്തി. എല്ലാ വർഷവും എല്ലാവർക്കും വളരെ ഐശ്വര്യവും സന്തോഷമൊക്കെ തരുന്ന വിഷു ഇനി എത്തി. എല്ലാവരും ഇനി അതിനെ വരവേൽക്കുന്നതിനുള്ള ഇതിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഓരോ നക്ഷത്രക്കാർക്കും ഓരോരോ ഫലങ്ങളൊക്കെയാണ് പറയുന്നത്. ചില ആളുകൾക്കെല്ലാം കുതിച്ചുയരുമെന്നൊക്കെ പറയും. ഈ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമൊന്നും ആവണമെന്നില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവരുടെയൊക്കെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടുന്നതിന് വേണ്ടിയും കുറേയൊക്കെ ഇവരുടെ ടെക്നിക്കുകളും കാണും. എന്നാൽ എല്ലാം തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർക്കെല്ലാം കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. ചിലതെല്ലാം സത്യമാണ്. എല്ലാം നമുക്ക് അവർ പറയുന്ന കണക്ക് തന്നെ ആയി ഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് എപ്പോഴും ഈ ചാനലിൽ ഇതെല്ലാം വരുന്നത് കൊണ്ട് നമ്മൾ ഇവരുടെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വായിക്കും. അപ്പോഴാണ് നമ്മുടെ നക്ഷത്രത്തിന് ഇതൊക്കെയാണ് ഇനി ഫലം എന്നൊക്കെ പറഞ്ഞ് നല്ലത് വായിക്കുമ്പോൾ നല്ല സന്തോഷവും മോശം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ല ദുഃഖവും വരും. ഇനി ഇതിൽ നിന്ന് എങ്ങനെ തലയുരാന്നുള്ള
ചിന്ത വരും. അന്നേരം നമ്മൾ അതിന് പരിഹാരമായിട്ട് വല്ല അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ എല്ലാ ആളുകളും ഇവരെല്ലാം ചാനൽ തുടങ്ങി കാശെല്ലാം ഉണ്ടാക്കിയാണ്. അവരുടെ റേറ്റിംഗ് കൂടും. താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ നാളൊക്കെ എഴുതിയാൽ അവർ അതിനുള്ള പൂജകളൊക്കെ നടത്തും. നമ്മൾ ക്യാഷ് അങ്ങ് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നല്ല മഴയൊക്കെ എന്തായാലും പെയ്യുന്നുണ്ട്. നല്ല വേനൽ മഴ കിട്ടി. ഇന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇനി എല്ലാവർക്കും പനിയുടെയൊക്കെ സമയമായി. എനിക്കും ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ഞാൻ അതിന് ചൂടുവെള്ളവും ചുക്ക് കാപ്പിയൊക്കെ എൻ്റെ റെമഡിയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പനി കൂടിയാൽ പിന്നെ മെനക്കേടാ, ഒരു കാര്യങ്ങളും ചെയ്യാനും പറ്റത്തില്ല. മൊത്തം അസ്വസ്ഥതകളും ഒക്കെ ആവും. അതുകൊണ്ട് അതിന് മുൻപ് തന്നെ ഞാൻ അതിൻ്റെ പ്രതിവിധി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇന്ന് പകൽ ഉച്ചയ്ക്ക് വന്ന് കിടന്ന് ഉറങ്ങിയത് കൊണ്ട് ഇനി രാത്രി ഉറങ്ങത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വീഡിയോ ഇടുകയാണ്. ഓരോ ആളുകളുടെയും ചാനലെല്ലാം ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന് അന്നേരം കാണാം നമ്മുടെ നെടുമുടി വേണുവിൻ്റെയും നമ്മുടെ ജഗദീഷിൻ്റെയൊക്കെ ഒരു പാട്ടിൻ്റെ മത്സരം, ഓൾഡ് സോങ്ങും ന്യൂ സോങ്ങുമായിട്ട്. അത് കുറച്ച് സമയം കേട്ടോണ്ടിരുന്ന്. നല്ല നടനായിരുന്നു, മരിച്ച് നെടുമുടി വേണു. അദ്ദേഹത്തിൻ്റെ പാട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാം അഭിനയവും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അതാണ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞത്. ഒരു നമ്മുടെ വ്യക്തിത്വം അത് നമ്മൾ പുറത്തെടുക്കണം ഏത് രീതിയിലെങ്കിലും. അപ്പോൾ നമ്മളെ എല്ലാവരും സ്മരിക്കും. മരിച്ചു കഴിഞ്ഞാലും പുള്ളി ഇത്രയും കാലമായിട്ട് മരിച്ചിട്ട് ഇത്രയും നാളായിട്ടും പുള്ളിയുടെ ഈ പരിപാടികൾ ഇതെല്ലാം ഇപ്പോഴും എല്ലാ ആളുകളും കാണുകയും ആസ്വദിക്കുകയും പുള്ളിയെപ്പറ്റി ഓർക്കുകയും എല്ലാം ചെയ്യുന്നില്ല. അതുപോലെ എല്ലാ കൂട്ടുകാരും അത് മനസ്സിലാക്കി പെരുമാറണം. എനിക്ക് ഇന്ന് ഇതൊക്കെയാണ് പറയാനുള്ളത്. കാരണം ഇന്ന് എനിക്കിനി ഉറക്കവും വരത്തില്ല. കാരണം ഈ പകൽ കിടന്നാൽ ഉള്ള കുഴപ്പം അതാ, നമ്മൾ പിന്നെ ഉറങ്ങത്തേ ഇല്ല. ഇനി ഉറക്കം വരുമ്പോഴേ കിടക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടില്ല, ആ കോവിലിൽ പൊങ്കാലയൊക്കെയാണെന്ന് അറിഞ്ഞ് ലാസ്റ്റ് ഡേയിൽ എങ്കിലും ഒന്ന് പോയി തൊഴുകൊണ്ടേ. അതുകൊണ്ട് ഇന്ന് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്തില്ല. രാവിലെ ഓട്സ് ഉണ്ടാക്കി ചായയൊക്കെ ഇട്ടിട്ട് അപ്പോഴേ തന്നെ ഞാനങ്ങ് അമ്പലത്തിൽ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇഷ്ട ഭക്ഷണം പൊറോട്ട, അതാണ് കഴിച്ചത്. കേരളീയരുടെ ദേശീയ ഭക്ഷണം ആണ്. പക്ഷേ അതിൻ്റെ കൂടെ ബീഫും പറയാറുണ്ട്, അതൊന്നും കഴിച്ചില്ല. പൊറോട്ടയും ചിക്കനും എല്ലാവർക്കും കഴിക്കുന്നത് ഇഷ്ടമാണ്. പല ആളുകൾ ഇത് കഴിച്ചിട്ട് കുറ്റം പറയുന്നവരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. പൊറോട്ട കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. വല്ല ആണ്ടിലൊരിക്കൽ എങ്ങനെ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ശരീരത്തിന് നല്ലതാണ്. അതിൻ്റെ കൂടെ ചിക്കനോ അല്ലെങ്കിൽ ബാക്കി പ്രോട്ടീനായിട്ട് ഏതെങ്കിലും കൂടെ കഴിക്കണം. ഇതേ ഉള്ളൂ കൂട്ടുകാരെ. അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇനി നല്ല മഴയുണ്ട്, പക്ഷേ ചൂടുമുണ്ട്. ഓരോ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു വരുന്നു. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനി പുതിയ ഒരു വിശേഷം നാളെ പറയാം. ടാറ്റാ.